ഷോൺ ഇവാൻസ് എന്ന് പറയുന്ന ഒരു റെഫറി, അദ്ദേഹം കാണിച്ച ഒരു സിഗ്നൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ബോഡി എക്സ്പ്രഷൻ, അത് ശരിക്കും വെച്ചാൽ വംശീയതയുടെ ആ വൈറ്റ് സുപ്രീമസിയുടെ സൂചകമായിട്ട് സാധനമായിരുന്നു. ഇത് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഇവിടെ നടന്നിട്ടും ഫിഫ ഇടപെടുന്നില്ല എന്നുള്ളത്. കളിക്കാരൻ പറയുന്നുണ്ട്, കപ്പ് നേടുമ്പോൾ ഞാൻ ജർമ്മനിക്കാരനായിരിക്കും, ജർമ്മനി പരാജയപ്പെടുമ്പോൾ ഞാൻ മൈഗ്രൻറ്റുമായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഞാൻ മറ്റൊരു രാജ്യത്തു നിന്ന് വന്നവനാണ് എന്ന ഒരു ആത്മനിന്ദ പേറി നിൽക്കേണ്ട രാജ്യമാണിത് ഏറ്റവും ഉയർന്ന തലത്തിൽ കളിച്ചിട്ടുള്ളത്. ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ഖത്തറിൽ വളരെ ഭംഗിയായി ഒരുപാട് ആളുകളെല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഭംഗിയായി ലോകകപ്പ് നടന്നപ്പോൾ ഈ നടക്കുന്ന ലോകകപ്പുമായി ബന്ധപ്പെട്ട് വളരെ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള മനുഷ്യന്മാരെ കളറിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് നികൃഷ്ടമാക്കിയും ബാക്കിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഈ ലോകകപ്പ് നടക്കുന്ന വേദികളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആശ നമുക്കതിൽ സൂചിപ്പിക്കാനുള്ളത്? നമുക്ക് ഈ ഒളിമ്പിക്സിൻ്റെ ഒരു ചരിത്രം അറിയാം. ഒരു ഒലീവില കൊണ്ട് എങ്ങനെയാണ് സമാധാനം വീണ്ടെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഹാർമണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു വളരെ മനോഹരമായൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ആശയം അതിൻ്റെ പിറകിലുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, എല്ലാ ഈ വൈജാത്യങ്ങളും മറ്റേ വെറുപ്പുകളും ഏറ്റുമുട്ടലും ഒക്കെ ഒഴിവാക്കി അവരെന്ത് ചെയ്യുന്നു, കുറച്ച് ദിവസത്തേക്ക് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ആകെ കൊടുക്കുന്നത് എന്താണ്, ഒരു ഒലീവിലയാണ്. അപ്പോൾ അതിൻ്റെ വളരെ ഈ ആഴമുള്ള ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് നൃത്തം. അന്നും സംഭവം ഇതിനകത്ത് ഈ വംശവെറിയും അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്കറിയാം അതിൻ്റെ ആശയത്തിൻ്റെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയ ഒരു മനുഷ്യ ജനതയാണ്. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം കണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പലപ്പോൾ ഇംഗ്ലണ്ടിൽ, മറ്റേ സ്പെയിന്, ജർമ്മനി, ഇറ്റലി, ഇത്തരം രാജ്യങ്ങളിലൊക്കെ ധാരാളം ഫുട്ബോൾ ക്ലബ്ബുകൾ, അവിടെയാണ് ഏറ്റവും ഈ റിച്ചായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ ഫുട്ബോൾ ഇതുകളൊക്കെ ഉള്ളത്, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ഇതുകൾ. അതിലൊക്കെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട്. ഒരു അപൂർവമായ ചില ഈ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ അവിടെ പ്ലെയേഴ്സ് എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ആ രീതിയിൽ അവർക്ക് ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ സ്പെയിനിൻ്റെ എന്ത് യമാലാണ് ഒരു ലാമിൻ യമാൽ, അദ്ദേഹം നമുക്കൊരു സന്ദർഭത്തിൽ തൻ്റെ സ്വന്തം ടീം അംഗങ്ങൾ പോലും അയാളോട് മറ്റേ എതിർക്കുന്നതെന്ന് വെച്ചാൽ ആ പലസ്തീൻ പ്രശ്നം നിൽക്കുന്ന സമയത്ത് പലസ്തീൻ്റെ പതാക മണിക്കൂറുകളോളം എന്താണ് ഗ്രൗണ്ടിലൂടെ വീശി തീയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിന് ചില മെസ്സേജുകളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് ഈ ഫുട്ബോളേഴ്സ്. പക്ഷെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ അമേരിക്കയിലേക്ക് ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റെ ആ വെരി സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കടക്കലാണ് കത്തിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ പൊതു സ്വഭാവത്തിൽപ്പെട്ട ഈ മറ്റേ സാമ്പത്തിക ദുര, മറ്റൊന്ന് വംശ വെറി എന്ന് പറയുന്നത്. ഇത് രണ്ടും വളരെ വിസിബിളായി തന്നെ പുറത്തേക്ക് വന്നിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയോടുള്ളൊരു സമീപനമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇന്ത്യയോടുള്ള വിദേശ നയം എന്തായാലും വേണ്ടി പറയാൻ നമുക്കറിയില്ല. അപ്പോൾ മോദിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു കമൻ്റ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഞാൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ അടങ്ങിക്കോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ കപ്പൽ ആക്രമിക്കപ്പെട്ട് അതെ 2-3 ഇന്ത്യക്കാർ മരിക്കുന്നു. പക്ഷെ ശക്തമായ രീതിയിലൊരു വിമർശനത്തിന് പോലും നമുക്ക് കഴിയുന്നില്ല. ഒരാളെ വിളിപ്പിച്ച് വരുത്തിയതല്ലാതെ അത്രേ ഉള്ളൂ അല്ലേ അല്ലേ. അപ്പോൾ അതുപോലെ അദാനിയുടെ വിഷയം വരുന്നു. അദാനിക്ക് വേണ്ടി എന്തെല്ലാം ഈ രാഷ്ട്രം എത്രമാത്രം സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ കേസ് അവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു ബാർഗെയിനിങ് നടത്തി തങ്ങളുടെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം പിന്നെ അമേരിക്ക എന്നാണ് ശരിക്കും കുടിയേറ്റക്കാർ സൃഷ്ടിച്ചൊരു രാജ്യമാണ്, അല്ലാതെ അത് ഇൻഡിജിനസ് വളരെ 100-300 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഈ വിസ നൽകുന്നതിൽ പോലും ഇത്തരത്തിലുള്ള പുതിയ ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട റൂളുകളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാം, ട്രംപ് എന്നുള്ളൊരു കച്ചവടക്കാരൻ. ആ കച്ചവടക്കാരൻ എങ്ങനെയൊക്കെയാണോ തനിക്ക് ലഭിച്ച ഈ പദവി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സമ്പത്തും
തൻ്റെ ഈ ലോകത്തിലെവിടെയുമുള്ള സാന്നിധ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മാനിപ്പുലേഷൻസ് അതിലൂടെ തന്നെ അദ്ദേഹം എത്രയോ കോടികൾ കൊയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മറുഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ കോർപ്പറേറ്റ് ദുര എന്ന് പറയുന്നത് ഇവർ ശരിക്കും കോഹോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. മെക്സിക്കോയും കാനഡയിലും എന്ത് ചെയ്യും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടിക്കറ്റ് ഫെയർ അത് എല്ലാം മറ്റേ ഫ്ലൈറ്റിൻ്റെ ഇതുകൾ, അതുപോലെ മറ്റേ ട്രാവൽ ബാൻ കൊണ്ടുവന്നു. 39 രാജ്യങ്ങളിൽ ആളുകൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റാത്ത ഇത് വന്നു. അതിനകത്ത് ആരൊക്കെയുണ്ട്? ഇവിടെ കളിക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ ഹെയ്ത്തി, ഇറാൻ, സെനഗൽ ഒക്കെ പോലുള്ള രാജ്യങ്ങളുടെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൊരു ഫുട്ബോൾ ഫ്രണ്ട്ലി ആയ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ, ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരത്തെ വെറുപ്പ് സ്പ്രെഡ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സമാധാനത്തിൽ നോബൽ സമ്മാനം കിട്ടാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ട്. അതിന് ഏറ്റവും നല്ല സമയമായിരുന്നത് ഞാൻ എൻ്റെ എല്ലാ വെറുപ്പുകളും വിദ്വേഷങ്ങളും വംശീയ അതൊക്കെ മാറ്റിവെക്കുന്നു, സകല രാജ്യക്കാരും അമേരിക്കയിലേക്ക് വരൂ എന്ന രീതിയിൽ അദ്ദേഹം ഒരു പക്ഷേ വളരെ ആത്മാർത്ഥത തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയും അക്കമഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നതിൽ അടുത്ത ഒരു നോബൽ പ്രൈസ് നമുക്ക് മുമ്പേ പേരെന്ത് ചെയ്യായിരുന്നു പറയായിരുന്നു. അല്ലെങ്കിൽ രാജ്യത്തുടനീളം എന്ത് ചെയ്യും അങ്ങനെ ഒരു ചെറിയ ലോകത്തുടനീളം അങ്ങനെ ചെറിയൊരു മറ്റേ വേവെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷെ അത്ര പോലും അതിന് തീരുന്ന വെച്ചാൽ മറ്റേ ഇവർ തന്നെ സെലക്ട് ചെയ്ത റെഫറിയെ തിരിച്ചെന്ത് ചെയ്തു അയച്ചു. ഒരുപാട് രാജ്യങ്ങളിലെ ഒഫീഷ്യൽസ് അവരേക്ക് എന്ത് ചെയ്യുക തിരിച്ചു അയക്കുക, വിസ കൊടുക്കാതെ ഇരിക്കുക. ഇപ്പോൾ അല്ലേ ഇറാനിപ്പോൾ ഒരു കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് പോലും അവരെ അമേരിക്കയിലേക്കുള്ള ഈ എന്താ പറയുക അല്ല, അതായത് സാധാരണ ഇവർക്കുള്ള ഈ എൻട്രി എക്സിറ്റ് ഇത് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റുള്ള വിസയാണ് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യില്ല, കൊടുക്കാതിരിക്കുകയും അങ്ങനെ അവർ മെക്സിക്കോയിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ, അവരെ ട്രെയിനിങ് അവിടെ നടത്തേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ചുരുക്കി ഇതുപോലെ ഇപ്പോൾ മറ്റു വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഫുട്ബോളിൻ്റെ തന്നെ മനോഹാരിത നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ മറ്റേ വാർ എന്ന് പറയുന്ന ഇത് വീഡിയോ അസിസ്റ്റഡ് റെഫറിങ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വിറ്റ്സർലാൻഡും ഖത്തറും തമ്മിൽ നടന്ന മത്സരത്തിൽ ശരിക്കും അതിൻ്റെ ഫൂട്ടേജ് നോക്കിയിട്ട് എടുക്കേണ്ട തീരുമാനം എടുത്തില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്ത് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഷോൺ ഇവാൻസ് എന്ന് പറയുന്ന ഒരു റെഫറി, അദ്ദേഹം കാണിച്ച ഒരു സിഗ്നൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ബോഡി എക്സ്പ്രഷന്, അത് ശരിക്കും വെച്ചാൽ വംശീയതയുടെ ആ വൈറ്റ് സുപ്രീമസിയുടെ സൂചകമായിട്ട് സാധനമായിരുന്നുള്ളതാണ്. ഇത് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഇവിടെ നടന്നിട്ടും ഫിഫ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഇതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു, ഫിഫയുടെ പ്രസിഡൻ്റിൻ്റെ ഒരു പത്രസമ്മേളനം കേട്ടു. അദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? ഇന്നൊരു കളിയുടെ ആവേശത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാർത്ഥതയിലും താല്പര്യത്തിലും ആണ് ഈ രാജ്യങ്ങളെല്ലാം ഈ ഒരു ഫിഫയുടെ ഒരു കൊടിക്കീഴിൽ അംഗമാകാൻ ശ്രമിക്കുന്നത്. നാളെ ഈ ഫിഫ സ്പ്ലിറ്റായി ഇപ്പോൾ തന്നെ നമുക്കറിയാം വേറെ ഒരുപാട് കപ്പുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഇതും പിളർന്ന് 2 or 3 ആയാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഗ്ലാമർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തുടനീളമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു നിരാശയ്ക്കത് കാരണമായി തീരും. മാത്രമല്ല ഈ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം ഇതിനകത്തൂടെ എത്രയോ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വലിയ മാർക്കറ്റിനെ ഇത് നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവനവൻ്റെ തന്നെ ഈ കൊമ്പ് മുറിക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെന്നെത്താൻ പോകുന്നത്. അത് അത്രയെങ്കിലും മനസ്സിലാകാനുള്ള ഒരു ബുദ്ധി എന്ത് ചെയ്യണം ഉണ്ടാവുള്ളൂ. എനിക്ക് പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടുന്നതാണ്. എനിക്ക് വലിയൊരു സമാധാനം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ നോക്കി നോക്കൂ, ഇവിടെ അർജൻറ്റീനയുടെ, ബ്രസീലിൻ്റെ, സ്പെയിനിൻ്റെ, പിന്നെ ഇംഗ്ലണ്ടിൻ്റെ, പോളണ്ട്, സകല രാജ്യങ്ങളുടെയും ആരാധകരുടെ വലിയ വലിയ ഫ്ലെക്സുകളൊക്കെ ഉണ്ട്. ഇന്ത്യ എങ്ങാനും ഇതിൽ കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ വേറെ ആരുടെയെങ്കിലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അത് ഒരു മറ്റേ ആഫ്രിക്കൻ മുസ്ലിം രാജ്യമോ അല്ലെങ്കിൽ ഈ നമ്മളോട് ശത്രുത പുലർത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആയിരുന്നെങ്കിലോ, അറബ് രാജ്യത്തിൻ്റെ ഒക്കെ ആയിരുന്നെങ്കിൽ
ദേശദ്രോഹവും രാജ്യദ്രോഹവും ഒന്നും തന്നെ ഇപ്പൊ ബ്രസീലിന്റെ പച്ച മറ്റേ പാകിസ്ഥാന്റെ കണ്ട് ഏതോ സംഘി കുട്ടികൾ അറിഞ്ഞിട്ടില്ല എന്തായാലും. അപ്പോൾ ഒരു ചാപ്പ വരുമായിരുന്നു. അതെ, അപ്പോൾ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇന്ത്യ ഇനത്തില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് സങ്കടമുണ്ട്, ഇന്ത്യ കളിക്കേണ്ടതാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വെച്ചാൽ അത് വംശീയതയുടെയോ ദേശീയതയുടെയോ മതത്തിൻ്റെയോ ഒന്നും ഈ ആഴങ്ങൾ അളക്കാനുള്ള ഒന്നല്ല എന്നും അത് കളിപ്പിരാന്ത് ആണ്. അതിൽ പ്ലെയേഴ്സും ടീമും ഒക്കെ തന്നെയായിരിക്കും പ്രധാനമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത് അമേരിക്കയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഒരു ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ വലിയ പരാജയം. റാഫിക, എന്താണ് ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നു മനസ്സിലാവുന്നത്? അറബ് രാജ്യം എന്നുള്ളത് വളരെ ചെറിയ രാജ്യമാണല്ലോ ഖത്തർ. അറബ് രാജ്യം ലോകത്തിന് മാതൃകയായ രൂപത്തിലാണ് 2022 ഒരു വേൾഡ് കപ്പ് സംഘടിപ്പിച്ചത്. എനിക്കൊന്ന് അവിടെ വന്ന മാധ്യമപ്രവർത്തകരൊക്കെ പിന്നീട് വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഒരു മാധ്യമപ്രവർത്തകനും ട്രാൻസ്പോർട്ടേഷനോ ഫുഡിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു രൂപ പോലും വാങ്ങാതെ ലോകത്ത് ആദ്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇത്രയും നല്ല ആതിഥേയത്വത്തെക്കുറിച്ച് പറഞ്ഞ മാധ്യമങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രൈമറി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ആ നിലക്ക് അവർ അഭിനന്ദിച്ച ഒരു ലോകകപ്പായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വംശവെറിയുടെയോ ഒരു വളരെ തമാശയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, പിന്നെ ബാത്റൂമിൽ വെള്ളം സജ്ജീകരിച്ചു എന്നുള്ളത് പോലും യൂറോപ്പിലൊക്കെ വലിയ വാർത്തയാക്കുകയും അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ് അത് വലിയ ഒരു ആക്ഷേപമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ആ ലോകകപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു. അതേ സമയത്ത് അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിൽ കൊടുത്തൊരു മെസ്സേജ്, ഈ അമേരിക്കൻ ലോകകപ്പിൻ്റെ ഉദ്ഘാടനം ലോകത്ത് എവിടെയെങ്കിലും ചർച്ചയായോ? എനിക്ക് തോന്നുന്നത് ആ വേൾഡ് കപ്പിന് വേണ്ടി അതിൻ്റെ ഗാനം അവതരിപ്പിക്കാൻ വേണ്ടി ഈ വേൾഡ് കപ്പിലും അതിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ വേൾഡ് കപ്പിലൊക്കെ ഗാനം അവതരിപ്പിച്ച ഒരു പോപ്പ് ഗായികയോട് ആവശ്യപ്പെട്ടപ്പോൾ ജസ്റ്റ് അവരോട് പറഞ്ഞ് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു ഗൗണ് കൂടി ധരിക്കണം എന്നുള്ളതാണ്. ആ ഒരൊറ്റ നിബന്ധനയുടെ പേരിൽ അവർ ആ ലക്ഷങ്ങൾ വരുന്ന ആ കോൺട്രാക്റ്റ് ഏറ്റെടുത്തില്ല എന്ന് വായിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ലോകത്തിൻ്റെ ഒരു ഇത്തരം കാഴ്ചപ്പാടുകളോടുള്ള ഒരു സമീപനം എന്നുള്ളത്. ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഫുട്ബോൾ നമ്മൾ എപ്പോഴും ആളുകൾക്ക് പുറം യൂണിറ്റിയുടെയും ആളുകൾ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, വിനോദമാണെന്ന് പറയുമ്പോൾ തന്നെ ഫുട്ബോളിൻ്റെ ചരിത്രം ആരുടെ വേൾഡ് കപ്പാണ് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ വിമർശകർ ഉന്നയിക്കുന്നുണ്ട്. 1970 വരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും യൂറോപ്പും മാത്രം ഉണ്ടായിരുന്ന ഒരു വേൾഡ് കപ്പാണ് നടന്നിരുന്നത്. പിന്നെയാണ് പല രാജ്യങ്ങളെയും ഇപ്പോഴും വളരെ ചെറിയ കോണ്ടിനെൻറ്റുകളിൽ നിന്ന് വലിയ പ്രാതിനിധ്യം ഉണ്ടാവുകയും ഏഷ്യ പോലുള്ള വലിയ കോണ്ടിനെൻറ്റുകളിൽ നിന്ന് താരതമ്യേന അത്ര ടീമുകൾ എടുക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ജർമ്മനിയോട് തോറ്റ രാജ്യത്തിൽ 1.5 ലക്ഷം അതെ ആളുകളുള്ള അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷനിലൊക്കെ വ്യത്യാസങ്ങൾ ഇതുണ്ട്. അത് തന്നെ ഒരു ആളുകളെ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളോട് 1970 വരെ ആഫ്രിക്കയുടെ ഒരു സാന്നിധ്യവും ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങൾ. ദക്ഷിണാഫ്രിക്കയിൽ നടന്നിരുന്ന ഫുട്ബോൾ തന്നെ ബ്ലാക്കും വൈറ്റ്സും വേറെ വേറെ മത്സരങ്ങളായിരുന്നു അവിടെ ആ സമയത്ത് നടന്നിരുന്നത്. പിന്നീട് അത് ഇടപെട്ട് അപ്പോൾ അത്തരം ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഒരു വംശവെറിയുടെ വർണ്ണ വൈജാത്യത്തിൻ്റെ വേർതിരിക്കലിൻ്റെ ഒരു കളി കൂടിയാണ് എല്ലാ കാലത്തും ഫുട്ബോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജർമ്മനിയിലെ വളരെ പ്രസിദ്ധനായ കഴിഞ്ഞ ലോകകപ്പ് വരെ കളിച്ചിട്ടുള്ള മസൂട്ട് ഒസീൽ എന്ന് പറയുന്ന മസൂദ് ഒസീൽ എന്നാണ് ശരിക്ക് അദ്ദേഹത്തിൻ്റെ അറബിക് നെയിം വരുന്നത്. ആ കളിക്കാരൻ പറയുന്നുണ്ട്, കപ്പ് നേടുമ്പോൾ ഞാൻ ജർമ്മനിക്കാരനായിരിക്കും, ജർമ്മനി പരാജയപ്പെടുമ്പോൾ ഞാൻ മൈഗ്രൻറ്റുമായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു പിന്നെ ഞാൻ മറ്റൊരു രാജ്യത്തു നിന്ന് വന്നവനാണ് എന്ന ഒരു ആത്മനിന്ദ പേറി നിൽക്കേണ്ട രാജ്യമാണിത് ഏറ്റവും ഉയർന്ന തലത്തിൽ കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ 2000-ന് ശേഷം നമ്മൾ കാണുന്നത് 2000 കാണുന്ന സിനദിൻ സിദാൻ ആവട്ടെ, കരീം ബെൻസേമ എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ട്, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കിലിയൻ എംബാപ്പെ, ഇവരൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് തന്നെ നഷ്ടപ്പെട്ട സമയത്ത് അർജൻറ്റീനയോട് തോറ്റ സമയത്ത് ഏറ്റവും ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം എംബാപ്പയ്ക്ക് നേരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി, അൾജീരിയൻ ഐഡൻറ്റിറ്റി, അപ്പോൾ ഇത് അറബ് മുസ്ലിം ഐഡൻറ്റിറ്റി, ഇസ്ലാമോഫോബിക് ഏറ്റവും അധികം ഇവരുടെ വ്രതാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, വനിതാ ഫുട്ബോളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇറാൻ ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇങ്ങനെ നിരന്തരം വ്യത്യസ്തങ്ങളായ വെറികളുടെ ഒരു ലോകം കൂടിയാണ് ഫുട്ബോൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്.
മാത്രമല്ല ഇതിനെതിരെ നിരന്തരം പല നിലക്കുള്ള പ്രതികരണങ്ങളും പല നിലക്കുള്ള അഭിപ്രായങ്ങളും ലോകത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്ന സൊമാലിയയുടെ റഫറി ആയിട്ടുള്ള ഒമർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾക്ക് അവിടെ വിസ അനുവദിക്കാതിരിക്കുകയും സെക്യൂരിറ്റി റീസണാണ് അവർ പറയുന്നുണ്ടെങ്കിലും ഫിഫ നടത്തുന്ന ഒരു വേൾഡ് കപ്പിൽ ഫിഫ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ഒരു റഫറിക്ക് അവിടെ അവസരം നിഷേധിച്ചു എന്നുള്ളത്. യൂറോപ്പ് അദ്ദേഹത്തെ സ്വീകരിച്ചു, പ്രത്യേകമായ ഒരു മത്സരത്തിൻ്റെ ചുമതലയൊക്കെ നൽകി അപ്പുറത്ത് അവർ സ്വീകരിക്കണം. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് അവിടെ ബാധകമല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഖത്തറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കൻ ലോകകപ്പ് ലോകത്ത് ഒരു സന്ദേശവും നൽകാത്ത, എന്നാൽ കുറേ തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലോകകപ്പായി എന്നുള്ള സങ്കടം കൂടി ഫുട്ബോൾ ലോകത്തോട് നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്.